ലോകത്തെമ്പാടും ഇന്ന് ലക്ഷറി വാൻ സെഗ്മെന്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും നമുക്ക് കാണാം പല മാനുഫാക്ചേഴ്സും പല ലക്ഷറി വാൻസ് കൊണ്ടുണ്ട്. അതെല്ലാം തന്നെ വൻ ബൈ ഹിറ്റാണ്. ഇതിൽ ഫോർ ഫ്രണ്ടേഴ്സ് ആയിരുന്നു നിന്നത് മെർസിഡീസ് ബെൻസ് ആയിരുന്നു അവർ വി ക്ലാസ്സിലൂടെ. എന്നാൽ വി ക്ലാസ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം വി ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതും സാധാരണ ഒരു റീഇൻട്രൊഡക്ഷൻ അല്ല, എക്സ്ട്രാ ലോങ് വീൽ ബേസ് കാറായിട്ട്. അത് സാധാരണ ഒരു എസ് ക്ലാസിനേക്കാളും നീളം കൂടിയിട്ടുള്ള വി ക്ലാസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലാണെങ്കിൽ ഒരുപാട് ടെക്നോളജിയും ലക്ഷറി ഫീച്ചേഴ്സും എല്ലാം കൊളിച്ചിട്ടുണ്ട്. എന്തിനേറെ എയർമാറ്റിക് സസ്പെൻഷനെ വരുമായിരുന്നു. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്റ്റാൻഡേർഡ് എയർ ബാഗും കൊണ്ടിരുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള പുതിയ വി ക്ലാസിന്റെ വാക്ക് അറൗണ്ട് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. വി ക്ലാസ് എന്ന് പറഞ്ഞാൽ മെർസിഡീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. വി ക്ലാസ് പണ്ട് വി ക്ലാസും വിറ്റോ വാനിയോ എന്നുള്ള പേരിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വി ക്ലാസ് ആക്കി അത് ഈ കമ്പനി ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും മെർസിഡീസ് കാർ ഡിവിഷനും ട്രക്ക് ഡിവിഷനും ഇപ്പം വേറെയാണ്. അപ്പോൾ ട്രക്ക് ഡിവിഷൻ്റെ ടീമിൻ്റെ അടുത്തായിരുന്നു ആക്ച്വലി വാൻ ഉണ്ടായിരുന്നത്. സ്പ്രിൻറ്റർ അടക്കമുള്ള വാൻ ഇപ്പോഴും അവരുടെ അടുത്തുള്ള. പക്ഷേ വി ക്ലാസ് മെർസിഡീസ് ബെൻസ് പാസഞ്ചർ കാറിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ പുറത്തെല്ലാം പോയവർക്ക് അറിയാൻ പറ്റും, വി ക്ലാസ് ഒരുപാട് വലിയ വലിയ 5-സ്റ്റാർ ഹോട്ടലിൻ്റെ എല്ലാം തന്നെ ഷോഫർ ഡ്രിവൺ വെഹിക്കിളാണ്. അത് ഇന്നിപ്പം ട്രെൻഡിങ് ആയി മാറിയിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ പോയി അറിയാം, നമുക്ക് വെൽഫെയർ ആയിട്ടും കാർണിവലായിട്ടും ഇപ്പോൾ എംജിൻ്റെ M9 ലെക്സസ് എല്ലായിട്ടും ലക്ഷറി വാൻസ് ഉണ്ട്. ഈ ലക്ഷറി വാൻസിനെല്ലാം തന്നെ ഹൈ ഡിമാൻഡും ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും. എന്തിനു വരെ ഇന്നിപ്പോൾ റെഡ് കാർപ്പറ്റിൽ വാനിൽ വന്നിറങ്ങാൻ ഹോളിവുഡ് സെലിബ്രിറ്റീസിന് വരെ മടിയില്ല. അതുപോലെ തന്നെ പോപ്പ് സിംഗേഴ്സും റോക്ക് സ്റ്റാർസും എല്ലാം തന്നെ വാനിൽ വന്നിറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അത് കൺവീനിയൻസും ആ സ്പേസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റൂമിനെസ്സും കുറേ ആളുകൾക്ക് ഒരുമിച്ച് പോകാനുള്ള കൺവീനിയൻസ് എല്ലാം വെച്ചിട്ടാണ് ഇന്നിപ്പോൾ വാൻ ഇഷ്ടപ്പെടുന്നത്. അത് നമുക്കിന്ന് ഈ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഈ വാൻ, എസ്പെഷ്യലി ലക്ഷറി വാൻ സെഗ്മെൻറ്റിൽ ഡീസൽ വരുന്നത്. ഡീസലും പെട്രോൾ ഓപ്ഷനോട് കൂടിയാണ് വി ക്ലാസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എയർ സസ്പെൻഷൻ ഉണ്ട്, അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂട്ടി ചേർത്തിട്ടാണ് വി ക്ലാസ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പം വിഷൻ വി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. അത് VLE എന്ന് പറഞ്ഞിട്ടാണ് ഇനി വരാൻ പോകുന്നത്. എന്നാൽ വി ക്ലാസ് ഇന്ത്യയിൽ വി ക്ലാസ് ആയിട്ടുണ്ടാവും. ഇനി VLE വരുന്നതെല്ലാം ഭാവിയിലായിരിക്കും. അതുവരെ നമുക്ക് അത്യാവശ്യം ഈ ഒരു മാർക്കറ്റിലേക്കുള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാം എന്നുള്ള കണക്കിലെടുത്തിട്ടാണ് വി ക്ലാസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡീറ്റെയിൽ നോക്കാം. ഈ ഒരു ജനറേഷൻ വി ക്ലാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് മോഡലാണത്. ജനറലി വന്ന വി ക്ലാസിൻ്റെ ആ പ്രൊപ്പോർഷനും സിലൗട്ടും ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതുതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല് ഇല്യൂമിനേറ്റ് ഉണ്ട്, വലുപ്പം കൂടിയിട്ടുണ്ട്. ഇതിൽ 2 ടൈപ്പ് ഗ്രില്ല് വരാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഈ സ്റ്റാർ സ്റ്റഡ് ആയിട്ടുള്ള ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. എലഗൻ ഗ്രില്ല് ടൈപ്പും വരുന്നുണ്ട്. ഇതിലെല്ലാം സ്റ്റാർ സ്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടിബീം LED ലൈറ്റ്സാണ് വന്നിരിക്കുന്നത്. DR കാണാം. ഇത് ഇല്യൂമിനേറ്റ് ചെയ്താൽ നമ്മൾ എസ് ക്ലാസ്സിലും ഈ ക്ലാസ്സിലും കാണുന്ന തരത്തിലുള്ള ത്രോ ലൈറ്റിന് കിട്ടുന്ന രീതിയിലുള്ള താഴെ നമുക്ക് ക്രോം എലമെന്റ് കാണാം. ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് AMG ബോഡി കിറ്റുകൾ എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ വലിയ എയർവൻ ഡിസൈൻസും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് പുതിയ ഫേസ്. ഞാൻ ഫസ്റ്റ് വി ക്ലാസ് കൊണ്ടുവന്നിരുന്നത് ദുബായിൽ നിന്നായിരുന്നു. 2018 എൻ്റെ ഫ്രണ്ട് ജാബറിന് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ വന്നപ്പോഴും നമ്മൾ വി ക്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നിരുന്ന വി ക്ലാസ് സൈഡ് പ്രൊഫൈൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ ഒരു മാറ്റമുള്ളത് നീളത്തിലാണ്. ഇത് എക്സ്ട്രാ ലോങ് വീൽ ബേസ് ആയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. ഏകദേശം 5.3 മീറ്റർ ലോങ് എസ് ക്ലാസ്സിനോട് നീളമുണ്ട്. 3.860 ആണ് ഇതിൻ്റെ വീൽ ബേസ് ലെങ്ത്തും വരുന്നത്. ഏറ്റവും ലോങ് വീൽ ബേസ് ആയിട്ടുള്ള മോഡലാണ്. ഇതിൽ എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇന്ത്യയിൽ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യൽ കോൺഫിഗറേഷനാണ്. അതിൽ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസും നമുക്ക് കാണാം. വേറെ അധികം ലോ ട്രിം ഒന്നും കൊണ്ടുവന്നില്ല. ഇപ്പം അവൈലബിൾ ടോപ്പ് ട്രിമ്മാണ്. അത്യാവശ്യം ക്രോമും അതുപോലെ തന്നെ വലിയൊരു ഗ്ലാസ് പോർഷനും ഈ ഒരു സ്ലൈഡിങ് ഡോറും അത് ഇലക്ട്രിക്കലി പല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് വലിച്ചു വിട്ടാൽ നമുക്ക് തുറക്കാം. അതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് തുറക്കാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് തുറക്കാനും പൂട്ടാനും പറ്റും. ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ കൺട്രോളും നമുക്ക് തുറക്കാനും പൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രത്യേകതയുള്ള പ്രൈവസിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഗ്രീൻ ടിൻഡ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിലെ റൂൾ പ്രകാരം ബ്ലാക്ക് ഗ്ലാസ് പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ഗ്രീൻ ടിൻഡ് ആയിട്ട് അതുപോലെ തന്നെ വിൻഡോന് സൺബ്ലൈൻഡ് വന്നിരിക്കുന്ന ഡിസൈൻ ഉണ്ട്. ഡിസൈൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു റൂഫ് റെയിൽ കാണാൻ പറ്റും. റിയറിൽ കാര്യമായ മാറ്റമൊന്നും വന്നില്ല. ആ ടെയിൽ ലൈറ്റ് ഡിസൈൻ നമുക്ക് കാണാം. വലിയൊരു ബൂട്ട് ലിഡാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 പോർഷനെ തുറക്കാം. ഈ ഗ്ലാസ് പോർഷൻ തുറന്നാൽ ചെറിയ സാധനങ്ങൾ വാങ്ങിയിട്ട് വെക്കാനും എടുക്കാനെല്ലാം പറ്റും. അത് കൺവീനിയൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വലിയ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഡോറും ഉണ്ട്.
ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റെല്ലാം മടക്കുകയും നീട്ടിയെല്ലാം വെച്ചാൽ ഫുൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഈ ഇലക്ട്രിക് ഡോറും ഉണ്ട്. മൊത്തത്തിൽ ഡിസൈനിൽ വലിയ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലും ഇന്നും ആ ഒരു വി ക്ലാസിന് എലമെൻറ്റ് കാണുന്ന രീതിയിൽ തന്നെ ഈ ഡിസൈൻ നിലനിർത്തിയിട്ടുണ്ട്. വി ക്ലാസ് വലിയ ഹൈറ്റുള്ള വണ്ടിയൊന്നുമില്ല, പക്ഷേ നമ്മളത് ഹൈറ്റ് കുറഞ്ഞ ആളുകളെ കയറണമെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പ് ചവിട്ടി കയറാം. അതെല്ലാം നമുക്കെല്ലാം തന്നെ ഇതിങ്ങനെ ഈസിലി കയറാൻ പറ്റുന്ന കോൺഫിഗറേഷനാണ് വന്നിരിക്കുന്നത്. ഡോർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സൗണ്ട് എത്രത്തോളം കൺസോൾ ചെയ്യുന്നത് മനസ്സിലാവും. പുതിയ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. ഇപ്പം മറ്റുള്ള മെർസിഡീസിൽ വന്നിരിക്കുന്ന കാസിൽ വന്നിരിക്കുന്ന അതേ ഡിസൈനാണ്. 2 സ്ക്രീനിൻ്റെ ഒരു ഡിസ്പ്ലേ ഉള്ള ഇല്ല പുതിയ OS സിസ്റ്റം എല്ലാം ഉണ്ട്. നമുക്ക് ബെൻസ് കാറുകളിൽ പരിചിതമായിട്ടുള്ള കാര്യമാണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെയുള്ള ലേ ഔട്ട് നമുക്ക് അതേപോലെ തന്നെ സ്വിച്ചസ് എല്ലാം കുറച്ച് ഇപ്പം നമ്മൾ പുതിയ ഈ ക്ലാസ്സിലൊന്നുള്ളതല്ല, അതിൻ്റെ തൊട്ട് മുന്നത്തുള്ള ആ സ്വിച്ചസ് എല്ലാം പക്ഷേ കുറച്ചുകൂടിയും സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡോർ തുറക്കാനുള്ള ബട്ടൺസ് ഇവിടെ വന്നിട്ടുണ്ട്, നേരത്തെ മേലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ടച്ച് പാഡും ഉണ്ട്. നമുക്ക് ഇവിടെ ഡൈനാമിക് കൺട്രോൾസ് ചെയ്യാം, ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാം, OS കൺട്രോൾ അതെല്ലാം വരുന്നുണ്ട്. ഈ ഒരു ഐലൻഡ് വാരി നിൽക്കുന്ന രസമുണ്ട്. എന്നാൽ ഡാഷ്ബോർഡ് കുറച്ചുകൂടിയും ലക്ഷറി ആയിട്ട് നേരത്തേക്കാളും യൂട്ടിലിറ്റിനേക്കാളും ലക്ഷറി എലമെൻറ്റ് ആംബിയൻ ലൈറ്റിംഗ് 64 കളറിൽ സെലക്ട് ചെയ്യാം. ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്, ഇവിടെ 2 USB ചാർജറും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്. ഒരു മൂവിങ് പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് USB പോർട്സ് ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും എല്ലായിട്ട് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുവിധം നമുക്ക് ചാരാനെല്ലാം പറ്റും, പക്ഷേ ബാക്കിലെ സീറ്റിൻ്റെ കോൺഫിഗറേഷൻ പോലെ ഇരിക്കും. ഈ ബാക്ക് ടു ബാക്ക് സീറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് തട്ടി നിൽക്കും, പക്ഷേ നമുക്ക് ഓടിക്കാനുള്ള കംഫർട്ടെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. മെമ്മറി ഉണ്ട് സീറ്റിന്, അതുപോലെ തന്നെ കൂളിങ്ങും ഹീറ്റിങ്ങും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ഡ്രൈവർ മാത്രമല്ല നിങ്ങൾ ഓടിക്കേണ്ട ഒരു സന്ദർഭം വരും. ഫാമിലി മൊത്തം പോകണം, ചിലപ്പോൾ നിങ്ങളായിരിക്കും ഓടിക്കുന്നത്, അപ്പോൾ നല്ല കംഫർട്ടായിരിക്കും. പിന്നെ ഡ്രൈവറെ മോണിറ്റർ ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ട്, അപ്പോൾ നമുക്ക് ഫെറ്റിക്കോ കാര്യമോ വരുന്നുണ്ടെങ്കിൽ എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. വേറെ ഫ്രണ്ടിൽ വരുന്ന ലക്ഷറി എലമെൻറ്റ്സ് എല്ലാം കൊള്ളിച്ചിട്ടുണ്ട്. ഡിസൈൻ നല്ലതാണ്, ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്, നല്ല ക്വാളിറ്റി ലെതറാണ്. 2 കളറാണ് വരുന്നത്, ബേജും ബ്ലാക്കും ആണ്. വെറും ബ്ലാക്ക് അല്ല, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ജെറ്റ് ബ്ലാക്ക് ആയി തോന്നുന്ന ബ്ലാക്കാണ് ഉള്ളത്. ഇതിൽ വന്നിരിക്കുന്ന ലെതറിൻ്റെ ട്രീറ്റ്മെൻറ്റും നമുക്ക് തൊട്ടുമ്പോൾ തന്നെ കുറച്ചുകൂടിയും പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. റിയറിൽ പല രീതിയിൽ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 6 സീറ്റാണ് ടോട്ടൽ വരുന്നത്. അതിൽ 4 സീറ്റ് ഇങ്ങനെ ലേ ഔട്ട് ഉണ്ട്. ഇതാണ് മെയിൻ സെക്കൻഡ് റോ സീറ്റ്. ഇതിപ്പം ബാക്കിലേക്ക് പുഷ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ ഒരു തേർഡ് റോ സീറ്റ് നമുക്ക് ബാക്കിലായിട്ട് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തതാക്കാം, ഇത്തരത്തിൽ ഫിക്സ് ചെയ്യാം. ഇനി ഇതില്ലാത്ത ഓപ്ഷനും അവൈലബിൾ ആണ്. മെയിൻലി എന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റ് കോൺഫിഗറേഷൻ ആണ് ഇവർ ഏറ്റവും ടോപ്പ് ആൻഡ് കോൺഫിഗറേഷൻ പറഞ്ഞത്. കാരണം ലിമോസിൻസിൽ നമ്മളിപ്പം നമ്മളെ പ്രസിഡൻ്റ് കാറിൽ വരുമ്പോൾ കാണാം, ബാക്കിൽ അവരിരുന്നാലും ഫ്രണ്ടിൽ 2 ആൾക്കാർ ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടാവും. അത് സെക്രട്ടറീസോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വലിയ ബിസിനസ് മാന്, ഇനിയിപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവരെ മാനേജേഴ്സ് അവർക്കെല്ലാം ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സീറ്റാണ് മെയിൻ സീറ്റ്. ഇത് അൾട്രാ ലക്ഷറി സീറ്റാണ്. നമുക്ക് വളരെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ കാഫ് സപ്പോർട്ട് മുതൽ നമുക്ക് റിക്ലൈൻ ചെയ്ത് ശരിക്കും വളരെ കംഫർട്ടബിളി ഇരിക്കാവുന്ന ഒരു സീറ്റാണ്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഇവിടെ ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്. ഇൻഡക്ഷൻ ചാർജിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെർസിഡീസിൻ്റെ ഇല്ലുമിനേഷനിലുള്ളതെല്ലാം തന്നെ നല്ല ക്വാളിറ്റിൻ്റെ, ഫോൺ സ്ലിപ്പാതിരിക്കാനാണ്. അതുപോലെ തന്നെ ഈ ഒരു ടച്ച് ആൻഡ് ഫീൽ ലെതറിൻ്റെ ഭയങ്കര നല്ലതാണ്. ഈ ഒരു കുഷൻ നമ്മൾ എസ് ക്ലാസ്സിലും കണ്ടത് ഇതിലുള്ള കുഷനാണ്. അത് നല്ലൊരു പില്ലോ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ബർമസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്, 640 വാട്ടിൻ്റെ സൗണ്ട് സിസ്റ്റം, 17 സ്പീക്കറും വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടുള്ള സീറ്റാണ്. ഇത് മൊത്തം നമുക്ക് റിക്ലൈൻ ചെയ്തിരിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്രയും നോക്കി കഴിയുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ഇരിക്കാം. നിങ്ങൾക്ക് സീറ്റ് മാറ്റി വയ്ക്കാനും ഈ അറേഞ്ച്മെൻറ്റ് മാറ്റി വയ്ക്കാനും പറ്റും. പക്ഷേ മെർസിഡീസ് റെക്കമെൻഡ് ചെയ്യുന്നത് സർവീസ് സ്റ്റേഷനിൽ പോയി ചെയ്യാൻ. ആ കാരണത്തിലും ഈ റെയിലിങ്ങും ഇതിലെല്ലാം കറക്റ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ ക്ലിപ്പെല്ലാം പൊട്ടും. അതിൻ്റെ പുറമെ ഇത് നല്ല വെയിറ്റുമാണ് സീറ്റ്, പ്രത്യേകിച്ച് ഈ സീറ്റ് നല്ല വെയിറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റെയിൽ വെച്ച് നമുക്ക് പല കോൺഫിഗറേഷൻ ചെയ്യാനും പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏറ്റവും നീളം കൂടിയിട്ടുള്ള എയർ ബാഗ് ഈ വണ്ടിയിലാണ്. ഹൈ പില്ലർ ടു ഡീ പില്ലർ വരെ നിൽക്കുന്ന കേർട്ടൺ എയർ ബാഗ്. അതിൻ്റെ പുറമെ എല്ലാം കൂടെ 9 എയർ ബാഗും വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ കുറേ കാര്യങ്ങളിൽ ഭയങ്കര ലീഡ് ചെയ്ത് നിൽക്കുന്നത്, ചില കാര്യങ്ങളും മിസ്സിങ്. അങ്ങനെ ഒന്നാണ് സൺറൂഫും പനോറമിക് റൂഫും ഒന്നുമില്ല, പക്ഷേ എനിക്ക് വേണം തോന്നുന്നില്ല. പക്ഷേ മെയിൻ മിസ്സിങ് ആയിട്ടുള്ള സംഗതി റിയർ സീറ്റ് എൻ്റർടൈൻമെൻ്റ് ആണ്. അത് നമുക്കിവിടെ കാണുന്നില്ല. അത് ഓപ്ഷണലായിട്ട് കിട്ടുമെന്നുള്ള ലോഞ്ചിന് അന്ന് അറിയാൻ പറ്റുള്ളൂ. ലോഞ്ച് ഏതായാലും 3-ാം തീയതിയാണ്. നമ്മൾ വീഡിയോ റിലീസ് ചെയ്യുന്ന പിറ്റേന്നായിരിക്കും. അപ്പോൾ ലോഞ്ചിന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ റിയർ സീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടോയെന്ന്. അത് മാത്രമാണ് ഒരു മെയിൻ മിസ്സിങ് ആയി തോന്നുന്നത്. ബാക്കി എല്ലാം തന്നെ ഒരുവിധം എല്ലാം ഉണ്ട്. അത് നമുക്ക് ഇവിടെ തന്നെ സൺ ബ്ലൈൻഡ്സ് ഉണ്ട്, അത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊള്ളിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് വി ക്ലാസ്. സോ ഇത്രയും പ്രൈവസിയും അതുപോലെ തന്നെ കംഫർട്ടും ലക്ഷറിയുമുള്ള വാൻ സെഗ്മെൻറ്റിൽ ഒരു സ്റ്റാർ പ്രസൻസ് ആണ് ഇപ്പോൾ വി ക്ലാസ്സിലൂടെ മെർസിഡീസ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രൈസ് നാളെ ആണ് അറിയാം. എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ കമൻറ്റിലിട്ടിട്ട് നമുക്ക് പിൻ ചെയ്യാം. എന്തായാലും മെർസിഡീസിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഡീസലും പെട്രോളും ഉണ്ടുള്ളതാണ്. അതേപോലെ തന്നെ വി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വരെ ഉപയോഗിച്ചിരുന്ന വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർ അപ്പീലും ഉണ്ടോ. എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിലാണ് നിങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റിൽ അറിയിക്കുക. നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത തവണ നമ്മൾ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.